Okay, guys. എല്ലാവർക്കും നമസ്കാരം. ബോങ്സ് മ്യൂസിക് അക്കാഡമിയുടെ ലൈവ് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഡെമോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ ഡെമോ എന്ന് പറയുന്നത്? ഡെമോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ക്ലാസ് അല്ല. ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കും, ആർക്കൊക്കെ ഇതുകൊണ്ട് ഉപയോഗമുണ്ട്, നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ കോഴ്സിന് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള പൈസയും സമയവും സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ കോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഈ കോഴ്സിൽ വരുന്ന ആൾക്കാർ വർത്ത് ആവുള്ളൂ. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരും എഫിഷ്യൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം. കാരണം നിങ്ങളുടെ മുഖത്തെ ചിരിയും സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോഴാണ് അക്കാഡമിക്ക് ഗ്രോത്ത് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡെമോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് 3 സെഷനായിട്ടാണ് പോവുക. ഒന്ന് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയും, അതിനുശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ നമ്മൾ ഫീസിന്റെ സ്ട്രക്ചർ ഒക്കെ ലാസ്റ്റ് പറയും. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയർ. ഓക്കെ, ഇങ്ങനെ 3 സെഷനാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ആദ്യമേ കോഴ്സിനെ കുറിച്ച് പറയാം. അപ്പൊ ഇതൊരു പരിഷ്കരിച്ച് നമ്മൾ ഒരുപാട് ഒരു 3-4 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള അക്കാഡമിയാണ്. സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ടീച്ചർമാരും ട്രെയിനേഴ്സും നമുക്കുണ്ട്. അവിടെ ഹൗസ് ഫാക്കൽറ്റികളുണ്ട്. മുരിങ്ങൂരാണ് നമ്മുടെ അക്കാഡമി. 2 ബിൽഡിങ്ങുകളായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. തിയറിയും പ്രാക്ടിക്കൽ റൂമുകളൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സ് ഒരു പരിഷ്കരിച്ച കോഴ്സാണ്. ലൈവ് സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിഷ്കാരങ്ങൾ ആവശ്യമാണ് കോഴ്സുകൾക്ക്. അതിനനുസരിച്ച് ഫീസ് സ്ട്രക്ചറും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഈ പരിഷ്കരിച്ച രൂപത്തിൽ നമ്മുടെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 4.5 മാസത്തോളം, നമ്മളൊരു 4 to 5 months ആണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് കറക്റ്റ് പറയാൻ പറ്റാത്തത്? ഇൻ കേസ് നമ്മളുടെ കൂടെ എല്ലാ ഫാക്കൽറ്റികളും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു 4 months ഇടയിൽ തീരുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ വെക്കുമ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും. കുട്ടികൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ഡിപ്ലോമ ഉണ്ട്, ഗവൺമെന്റ് അംഗീകൃത സ്റ്റേറ്റ് കൗൺസിലിന്റെ ഡിപ്ലോമ ഉണ്ട്. അതിലാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുക. പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ഓഡിയോ എഞ്ചിനീയേഴ്സിന്, അത് ലൈവ് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും ആവശ്യമായ തിയറിയും പ്രാക്ടിക്കലൊക്കെ പഠിപ്പിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൂടി തന്ന് ഒന്ന് എഫിഷ്യന്റ് ആയി എടുക്കുന്നതാണ് ഈ കോഴ്സ്. അതുകൊണ്ടാണ് ഇത്രയൊരു ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഡ്യൂറേഷൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആവശ്യമായ എല്ലാ തിയറികളും ഉണ്ടാവും. നമുക്ക് ആദ്യം മുതലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അനലോഗിന് മുമ്പ് നമ്മൾ ഈ ശബ്ദം എന്താണെന്ന് അറിയണം. ലൈവ് സൗണ്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ചോളം ലൈൻ അറേസ് അല്ലെങ്കിൽ സെന്റർ ഫിൽ, സൈഡ് ഫിൽ, ഇതിന്റെ പേരുകൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരു XLR കേബിൾ എന്ന് പറഞ്ഞാൽ വരെ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സാണ്. അതുകൊണ്ട് തുടക്കം ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് ഇതെന്താണ് ബേസിക്സ് ആണല്ലോ അങ്ങനെ തോന്നാം. അത് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയല്ല. ഇത് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സെഷൻസ് ഒക്കെ തിയറി ഒക്കെ ഇതുപോലെ ബിഗിനേഴ്സിനെ ഒരു സൗണ്ട് എഞ്ചിനീയർ ലെവലിലേക്ക് ഉയർത്താൻ ആവശ്യമായ തിയറികളുണ്ട്. അതൊരു 2-3 ആഴ്ചകൾ ഉണ്ടാവുക. തിയറി ആഴ്ച 3 ക്ലാസ് ആണ് കേട്ടോ. രാത്രി 9-നും 10:30 ഇടയിൽ. ചിലപ്പോൾ 9 മണി മുതൽ 9:30 വരെ ആയിരിക്കാം, ചിലപ്പോൾ 9 മുതൽ 10 മണി വരെ ആയിരിക്കാം, ചിലപ്പോൾ 9 മുതൽ 10 വരെ ആയിരിക്കും, ചിലപ്പോൾ 9 മണി മുതൽ 10 വരെ ആയിരിക്കും. അതായത് നമുക്ക് ഡ്യൂറേഷൻ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്ത, ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ക്ലാസ്സിൽ വീണ്ടും പോവാം. അപ്പൊ തിയറി എല്ലാം ഓൺലൈനാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ അതിനു വേണ്ടി അക്കാഡമിയിൽ ഒന്നും നിങ്ങളുടെ സമയവും പൈസയും കളയണ്ട. കാരണം എന്താ, നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങും തൊട്ട് ഇന്ന് വരെ ഉണ്ട്. നമ്മൾ കേരളത്തിന് മിഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ അക്കാഡമി. അപ്പോൾ നിങ്ങൾക്ക് തിയറിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ട് ആവശ്യം. തിയറി ഏറ്റവും നല്ലത് ഓൺലൈൻ എടുക്കാൻ, ഓരോരുത്തരുടെ സൗകര്യത്തിന് കാണാം. ഇതെല്ലാം റെക്കോർഡാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെ റെക്കോർഡഡ് ആയിരിക്കും തിയറി. അത് നിങ്ങൾ അഡ്മിഷൻ എടുത്തവർക്കും ഇമെയിൽ വഴി ആക്സസ് ഉണ്ടാവും. ആ വീഡിയോ കാണാം, വീണ്ടും കാണാം, സംശയങ്ങൾ ദൂരീകരിക്കാം. പിന്നെ നമ്മൾ എപ്പോഴത്തെ ക്ലാസ്സും പോലെ ഒരു ഗ്രൂപ്പാവും. ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡെമോ ആണ്. അത് ഡെമോയിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് വേറെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് മാറ്റും. ആ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടീച്ചർമാരുണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ അനലോഗിന്റെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റോടു കൂടി ഏകദേശം ഹെഡ് ഒരു MG കൺസോൾ, 2 ഗ്രാഫിക് EQ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ഞാൻ ഒരു ഔട്ട് ഫ്രെയിം തരുന്നതാണ്. ഹൗളിംഗ് കട്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ് അത്. നമ്മൾ മോണിറ്ററിനും PA എന്ന് വെച്ചാൽ പബ്ലിക് ആയിട്ട് സിസ്റ്റം, പുറത്തെ ആൾക്കാർ കേൾക്കുന്ന സ്പീക്കറിനും നമ്മൾ ഉപയോഗിക്കണം. അപ്പോഴാണ് ഇത് പ്രോപ്പർ ആവുക. പിന്നെ ക്രോസ് ഓവർ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. സബിന് ചെറിയ രീതിയിലുള്ള ക്യാൻസലേഷൻ ഒക്കെ മാറ്റാൻ നമുക്ക് ക്രോസ് ഓവർ, അനലോഗ് ക്രോസ് ഓവറിൽ പറ്റും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. പിന്നെ അപ്പൊ ഈ ഒരു സെഷൻ എഫക്ട്സ് ഒരു അനലോഗ് കൺസോൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ പഠിക്കും.
അത് ഫസ്റ്റ് പ്രാക്ടിക്കലാണെന്ന് ആലോചിക്കുക. ഫസ്റ്റ് പ്രാക്ടിക്കൽ നമ്മുടെ പ്രാക്ടിക്കലുകളുടെ പ്രത്യേകത എന്താണ്? നമുക്കൊരു ദിവസം ട്രെയിനിങ് ആണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഇന്ന് അക്കാഡമിയിൽ വന്നു, ദൂരെ നിന്ന് വന്നു, ഇന്ന് നിങ്ങൾ ട്രെയിനിങ് എടുത്തു, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രൂപ്പിൽ എല്ലാവരും ഇരുത്തിയിട്ട് ഒരു പ്രൊജക്ടറിൽ കാണിച്ച് പഠിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോ. ആ സംവിധാനം അല്ല നമ്മള് നിങ്ങളെ മുമ്പിൽ ഒരു അധ്യാപകൻ നിന്ന്, അത് കുറച്ച് മെമ്പേഴ്സിന് അഡ്മിഷൻ ഉള്ളൂ. നമുക്ക് 10-100 ആൾക്കാർക്കൊന്നും പറ്റില്ല ഒരു ബാച്ചിൽ. ഒരു മിനിമം നമ്പർ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് അവിടെ നിന്ന് സമയത്ത് വന്ന് നമ്മളെ നിന്ന് ടീച്ചറുടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്ന് ടീച്ചറുടെ സാന്നിധ്യത്തിൽ, അതായത് ടീച്ചർ നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് നമുക്കില്ല കേട്ടോ. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾ ഓരോന്നും കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞു ഒന്ന് പഠിച്ച ഒരു മണ്ടത്തിലാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. പഠിച്ച സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നോട്ട് എഴുതിയത് അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് വഴികൾ നോക്കാം. നിങ്ങൾ തലകൊണ്ട് വർക്ക് ചെയ്തിട്ട് അത് ചെയ്ത് കാണിക്കണം. സ്റ്റെപ്പുകളൊക്കെ നമ്മൾ തരും ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അത് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവും, വീണ്ടും ചിന്തിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കും. കുറച്ച് സമയം പോകും. നമുക്ക് ഉച്ചവരെ എല്ലാവരും പ്രാക്ടിക്കൽ കഴിക്കുന്ന പകരം ചിലപ്പോൾ ഈവനിങ് വരെ ആവും എല്ലാ പ്രാക്ടിക്കലും കഴിയുമ്പോൾ. കുഴപ്പമില്ല, ഇങ്ങനെ പഠിക്കുള്ളൂ. അപ്പോ ടീച്ചർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ എവിടെയെങ്കിലും. ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ ഞാനായിരിക്കും ട്രെയിനിങ് തരുന്നത്, വേറെ ടീച്ചറായിരിക്കും. ആരാണെങ്കിലും പ്രോപ്പർ ട്രെയിനിങ് വിൽ ബി അഷ്യൂർഡ്. ഓക്കെ. അപ്പം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം എന്നെ പോലെ ഏതെങ്കിലും ടീച്ചർ നിങ്ങളുടെ അവിടെ പരിസരത്ത് നിങ്ങൾ കെയർ ചെയ്യാനുണ്ടാവും. ഫുള്ള് സ്റ്റക്ക് ആവുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു അപ്പോഴേ വിളിക്കാവൂ. എപ്പോഴും വിളിച്ചാൽ ഞങ്ങൾക്ക് സുഖമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അനലോകം അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വീണ്ടും വീട്ടിൽ നിങ്ങൾ പോകുന്നു, ഓൺലൈൻ ക്ലാസ് തുടങ്ങും. PA2 എന്ന് പറഞ്ഞ പ്രൊസസ്സറുണ്ട്. കാരണം ഇക്കാലത്ത് നമ്മൾ ഡിജിറ്റൽ പ്രൊസസ്സർ പഠിക്കാനുള്ള കാര്യമില്ല. കാരണം ഡിജിറ്റൽ പ്രൊസസ്സർ പഠിച്ചാൽ നിങ്ങൾക്ക് ഡിലേ സ്റ്റാക്ക് ഇടാം, കാരണം ദൂരെ സ്പീക്കർ ഇടാം. അപ്പോൾ പലരും ബൂസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പള്ളികളൊക്കെ പോകുമ്പോൾ വെറുതെ ചെക്ക് ആകെ ഡിലേ ആയിരിക്കും അവിടെ. അതിനെ ഒഴിവാക്കാൻ നമ്മൾ ഡിലേ സ്റ്റാക്ക് എന്ന് പറയാം. അത് പ്രോപ്പറായിട്ട് അളന്ന് അതിൽ അടയാളപ്പെടുത്താം. അതുപോലെ സബിനൊക്കെ നമുക്ക് ശരിക്കും പ്രൊഫഷണലി അലൈൻ ചെയ്യാം. ബൈ ഇയർ ആണ് നമ്മൾ ചെയ്യട്ടെ. കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും ഫോണിൽ യൂസ് ചെയ്യാവുന്നത്. അപ്പം സബൂഫിനൊക്കെ ക്ലാരിറ്റി വരുത്താം, പ്രോസോറുകൾ സെറ്റ് ചെയ്യാം, ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കറുകൾക്ക് വേണ്ടി PA2 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമ്മൾ പഠിക്കുന്നത്. എന്ത് ഈ പ്രോസസ്സർ അറിയാത്തവരോട് പറയാണ്, നമുക്ക് സ്പീക്കറിനെ പ്രൊട്ടക്ട് ചെയ്യാനും സ്പീക്കറുകൾക്ക് വേണ്ടി EQ സെറ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളതാണ് പ്രോസസ്സർ. ഇതിന്റെ RT എന്ന് പറഞ്ഞ മൈക്ക് ഉണ്ട്, ഇതുപോലത്തെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ചീപ്പ് മൈക്ക്, USB മൈക്ക്. RT മൈക്ക് 10-15,000 രൂപ വരും. അപ്പൊ RT മൈക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗളിംഗ് വരെ കാണിച്ചു തരും. മനസ്സിലായോ? അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. PA2 ഇതുപോലെ തന്നെ തിയറി ഉണ്ടാവും. PA2ന്റെ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് തിയറി എന്നല്ല, ഫ്രീക്വൻസി സ്പെക്ട്രം, അങ്ങനെ ഡൈനാമിക് പ്രോസസ്, അങ്ങനത്തെ ഹെവി തിയറികളാണ്. അത് ന്യൂട്ടന്റെ പോലെ തിയറി ഒന്നല്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിന്റെ നോട്ടും ഷെയർ ചെയ്യും. അപ്പോ അത് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ PA2ന്റെ പ്രാക്ടിക്കലിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കലും ഒരു ദിവസം കമ്പൾസറി ആയിട്ട് വരണം ഫസ്റ്റ് ഡേ. അന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം, വിരോധമില്ല. പക്ഷേ 3 ദിവസത്തോളം നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്യണം. അതൊരു പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ 4 ദിവസമാണ്. 3 ദിവസം ഞാൻ എന്റെ ഓർമ്മയിൽ ആരും ഇതുവരെ സ്റ്റേ ചെയ്തിട്ട്. കാരണം എന്താ, ഫസ്റ്റ് ഡേ തന്നെ പകുതി ആൾക്കാർ 3/4 ആൾക്കാർക്ക് മനസ്സിലായിട്ട് ചെയ്ത് പോകും. പിന്നെ അത് ബോറിംഗ് ആണ്. കുറച്ച് പേര് സെക്കൻഡ് ഡേ നിൽക്കും, വളരെ കുറച്ച് പേരാണ് തേർഡ് ഡേ നിൽക്കുള്ളൂ. നിർബന്ധമില്ല, കാരണം നമ്മൾ വെറുതെ അവിടെ ലോഡ്ജുകൾ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. നെക്സ്റ്റ് ജംഗ്ഷനിൽ ലോഡ്ജുകൾ ഉണ്ട്, ഒറ്റ സ്റ്റോപ്പ്. അവിടെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് ലോഡ്ജസ് നിങ്ങൾ അവരുടെ നമ്പേഴ്സ് കോൺടാക്ട് ഒക്കെ ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ. എനിവേസ്, എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ഫുൾ ഡേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 4 ഫുൾ ഡേ പ്രാക്ടീസ് ആണ്. അപ്പൊ 2 പ്രാക്ടീസ് ചെയ്യുമ്പോൾ 8 ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടാ. ഈ എക്യുപ്മെന്റ്സ് നമ്മൾ അക്കാഡമിക് സ്പേസ് യൂസ് ചെയ്യുന്നു, എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നു, ഫാക്കൽറ്റിനെ യൂസ് ചെയ്യുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫാക്കൽറ്റി. എനിവേ, അപ്പൊ ഫാക്കൽറ്റിനെ ഒന്നും അറിയാത്ത ആൾക്കാരും അല്ല കേട്ടാ, ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മൾ പഠിപ്പിക്കുക. PA2 കഴിയുന്നതോടുകൂടി നമ്മൾ ഡിജിറ്റൽ കൺസോളിലെ കിഡിലൻ ആയിട്ടുള്ള UI16 കൺസോൾ, ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്ക് വെഡിങ്ങിനൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നേരെ കൊണ്ട് കയറ്റി വയ്ക്കാൻ പരിപാടി. വൈഫൈ കുറച്ച് നെറ്റ്വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിക്കും. ഫുള്ളി ഡിജിറ്റലാണ്. അപ്പൊ അതിനു മുമ്പ് അതിന്റെ കുറച്ച് തിയറികൾ, EQ തിയറി, കംപ്രഷൻ തിയറി. കംപ്രഷൻ ഒക്കെ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ദുരന്തമായി പോകും നിങ്ങളുടെ വർക്ക്. പ്രോപ്പറായി ചെയ്താലോ അത്രയും ഭംഗി വേറെ ഒന്നുമില്ല. നമുക്ക് അത്രയും ഭംഗിയിൽ മിക്സുകൾ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. അതിലെ എഫക്ട്സ്, വെബ് ഡിലേ ഒക്കെ ഫുൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പഠിക്കും. അതുപോലെ കംപ്രഷനൊക്കെ കറക്റ്റ് എങ്ങനെ മാനുവലി കംപ്രഷൻ ചെയ്യാം. വെറുതെ പ്രിസെറ്റിലോടെ എല്ലാവർക്കും പറ്റും. മാനുവലി ചെയ്യേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം, നോട്ട്സ് വിത്ത് നോട്ട്സ്, എക്സാമ്പിൾ. അതുപോലെ EQ എങ്ങനെ നമ്മൾ മാനുവലി ചെയ്യാം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാവും. തിയറി ഉണ്ടാവും, അതിനുശേഷം പ്രാക്ടിക്കൽ ഇതുപോലെ തന്നെ.
ഒരു ദിവസം ഫുൾ ട്രെയിനിങ്, കമ്പൾസറി അറ്റൻഡൻസ്, അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പോവാം. ഇറ്റ്സ് ഓക്കെ, കമ്പൾസറിയിലെ ബാക്കി 3 ദിവസം യു ക്യാൻ പ്രാക്ടീസ് കം ടു അക്കാഡമി ആൻഡ് പ്രാക്ടീസ്. ഫുൾ ഫ്ലെഡ്ജ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മോലെല്ലാം പറയാൻ കാരണം എന്താ പറയുക, മോലെ എനിക്കാണ് നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കിട്ടലാണ് ലൈനർ ഒക്കെ ഉണ്ട് അവിടെ, ലൈനറേസ് ഒക്കെ ഉണ്ട്. ലൈനറേസ് പക്ഷെ നമ്മൾ എന്താ പറയുക സബ് സ്പീക്കറായിട്ട് എന്താ പറയുക എക്സ്ട്രാ സ്പീക്കേഴ്സ്, അത് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ലൈനറേ ആണെങ്കിൽ സ്റ്റാക്ക് ആണെങ്കിൽ നമ്മളുടെ കോൺസെപ്റ്റ് എന്താ, ഏത് സ്പീക്കറാണ് ചെയ്യുക. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, മുകളിൽ റൂഫ് ടോപ്പിൽ തൂക്കിയിട്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ വെറുതെ നുണ പറയില്ല, ആ പരിപാടി ഇല്ല. നമ്മുടെ കോഴ്സ് നമുക്ക് എഫോർഡബിൾ ആക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്യും. വെറുതെ എന്തിനാ നിങ്ങൾ സൗണ്ട് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ അവിടെ ഡിസൈനിങ് ഒരു എഞ്ചിനീയർ അവിടെ നിർത്തി, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് അവിടെ നിർത്തി ലൈറ്റുകളൊക്കെ റൺ ചെയ്ത് നിങ്ങളുടെ കോഴ്സിന്റെ കോസ്റ്റ് കൂട്ടാൻ എന്തിനാ, അത് വേണ്ട. അപ്പൊ അങ്ങനെ കുറെ കാര്യം നമ്മൾ കട്ട് ചെയ്താണ് പറയാൻ കാരണം. ലൈനർ സ്പീക്കർ അവിടെ ഉണ്ട്, വി മേ യൂസ് ഇറ്റ്, മേ നോട്ട് യൂസ് ഇറ്റ്, അത് നമ്മുടെ വിഷയമല്ല. ഏത് സ്പീക്കർ, ലൈനർ സ്പീക്കർ യൂസ് ചെയ്യാനല്ല നമ്മൾ പഠിക്കുക, സ്പീക്കർ യൂസ് ചെയ്യാനാണ്. ലൈനർ ആയിക്കോട്ടെ സ്റ്റാക്ക് ആയിക്കോട്ടെ, അത് പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് പഠിക്കുക, മനസ്സിലായി? അത് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ RCF യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകതകളുണ്ട്, ഇലക്ട്രോസ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയിട്ട് ആ സൈറ്റുകളിലുള്ള എക്സ്പീരിയൻസുകൾ ചോദിക്കാൻ, അതൊക്കെ മനസ്സിലാവും, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കാലമായി ഓടി ചെയ്യാൻ കാരണം എന്താണ്, ഈ കോഴ്സ് പ്രോപ്പറായിട്ടും ടൈറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ആവശ്യമാണ് അൺനെസറി ആയിട്ട് കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഡിസൈനിൽ നമ്മൾ പോവാ, ഇതൊക്കെ പറയാൻ കാരണം. ഓക്കെ, എനിവേസ്, അപ്പൊ നമ്മുടെ പ്രാക്ടിക്കലിൽ നമ്മൾ ബെസ്റ്റ് പ്രാക്ടിക്കലായി നിങ്ങൾക്ക് കിട്ടുക. കാരണം നമ്മൾ വെറുതെ ഔട്ട്ഡോറിൽ സിമ്പിൾ ആയിട്ട് നടത്തല്ല ചെയ്യുക. നിങ്ങളൊരു സിസ്റ്റം ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ അകത്ത് റിവർബ് ആയിരിക്കും, ആ റിവർബിൽ നിങ്ങൾ സിസ്റ്റം ട്യൂൺ ചെയ്ത് പഠിക്കണം. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ഔട്ട്ഡോറൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ട്യൂൺ ചെയ്യാം. വെറുതെ ഫെയ്ഡർ അപ്പ് ചെയ്ത് തന്നെ ഭംഗിയായി കേൾക്കാം അല്ലേ. ഒരു ഹാളിലൊക്കെ പോയാലല്ലേ പ്രശ്നം, ഹാളിൽ നിന്ന് ക്ലാരിറ്റി ലെവൽ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കണ്ടേ. എന്നിട്ട് നിങ്ങൾ വർക്ക് സൈറ്റ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റഡി കംപ്ലീറ്റ്. അപ്പോൾ UA16 കഴിഞ്ഞു, അടുത്തൊരു പുലിയുണ്ട്, സ്മാർട്ട്. സ്മാർട്ട്, ടു ബി ഫ്രാങ്ക്, റെസ്പെക്ട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുന്നത്, സ്മാർട്ട് AP ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര തിയറി, കണക്ക്, കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് ഇന്റൻസീവ് ആയിട്ട് പ്രോ ലെവൽ ട്രെയിനിങ്. സ്മാർട്ട് സോഫ്റ്റ്വെയർ കൂടെ അവിടെ പഠിക്കുക. അവിടെ നമ്മൾ സ്മാർട്ട് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കൊണ്ട് കുറെ ഉപകാരങ്ങളുണ്ട്. നമ്മൾ എന്തിനു ഉപയോഗിക്കും, നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മള് പഠിക്കാൻ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എന്താ പറയാ, റഹ്മാന്റെ ഷോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളല്ല. ഭാവിയിൽ ചെയ്യുമവര്, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു. പക്ഷേ അതിന് ടേക്സ് ടൈം. ടു ബി ഫ്രാങ്ക്, ഓപ്പണായി പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് മീഡിയ പ്രോയുടെ ബെസ്റ്റ് ഷോ റിഗ് അങ്ങനെയൊന്നും പറ്റില്ല. ഒരു എന്ത് പഠിച്ചാലും PhD എടുത്താലും നിങ്ങൾ കമ്പനി പോയിട്ട് അവിടെ ബേസിക്കലി എംപ്ലോയി നിന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സിസ്റ്റം ലൈനറൊക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവാറുണ്ട്. കാരണം എന്താ, കൺസോളിൽ കുറെ ടെക്നിക്കുകൾ ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അതുപോലെ നിങ്ങൾ ലൈനറേ ആണെങ്കിൽ സ്പീക്കർ ആണെങ്കിൽ ഇത് ട്യൂൺ ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്, സ്റ്റെപ്പുകൾ ഉണ്ട്. അതുപോലെ ചെയ്താൽ ഇറർ ഉണ്ടാവില്ല. മോണിറ്റർ അവിടെ ഉണ്ടാവും ആ സമയത്ത്, ആവശ്യമുള്ള സമയത്ത് PA അവിടെ ഉണ്ടാവും, ഹൗളിംഗ് ഉണ്ടാവില്ല, ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കില്ലേ. നിങ്ങൾ ലൈനർക്ക് വേണ്ടി സിസ്റ്റം ഡിസൈൻ ചെയ്ത് നമ്മൾ PA ടൂള് അല്ലെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മാനുവലി ചെയ്യാം. നമ്മൾ മാനുവലി പഠിക്കുക, അപ്പോഴാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, എനിവേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് നമ്മൾ എന്താണ് പഠിപ്പിക്കുക. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്തവരോട് പറയാം, നമ്മളെ ചെവിക്ക് കുറെ പരിമിതികളുണ്ട്. ചെവിക്ക് നമുക്കൊരു ഫ്രീക്വൻസി ഒക്കെ കേൾക്കാം, ഓക്കെ. പിന്നെന്താണ്, നമുക്ക് എന്താ പറയുക, പാട്ട് കേട്ട് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ പറയാം. പിന്നെ വോളിയം കൂടുതൽ കുറവൊക്കെ നമ്മൾ ചെവിക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ സബ് അലൈൻ ചെയ്യുന്നത് ഞാനാണെങ്കിൽ, ഞാൻ ഗസ്റ്റ് എഞ്ചിനീയർ ആണ്. കാരണം ഞാൻ മിക്കവാറും ഷോയിന് ബാൻഡുകളുടെ ഒപ്പം അവരുടെ എഞ്ചിനീയർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവിടെ പോയി സ്മാർട്ട്, എനിക്കറിയാം, പക്ഷെ സ്മാർട്ട് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ഞാൻ പാട്ട് വെച്ചിട്ട് മൈക്ക് വെച്ചിട്ടും എൻ്റെ ഒരു അനലൈസർ വെച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ സിസ്റ്റം ചെക്ക് ചെയ്യുക. ട്യൂൺ ചെയ്യൽ എൻ്റെ പണിയില്ല, അത് സിസ്റ്റം എഞ്ചിനീയറുടെ പണിയാണ്. അതിന് തലേദിവസം വന്ന് നിൽക്കുന്ന ആള് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്മാർട്ട് സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ചെവിയായിട്ട് വർക്ക് ചെയ്യും. നമ്മളൊരു മൈക്കി കൂടെ ആയിരിക്കും ഒരു നോയ്സ് വിട്ട് അത് ആ സിസ്റ്റം അനലൈസ് ചെയ്ത് ആ റൂമിലുള്ള റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. എവിടെ ഈക്വൽ ചെയ്യണമെന്ന് വരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ പഠിക്കും, അതിന്റെ റിസൾട്ടും കിട്ടും. അപ്പോൾ റിസൾട്ട് കിട്ടും. അതുപോലെ സബ് ഊഫർ അല്ലെങ്കിൽ സബ് ഊഫർ ക്യാൻസലേഷൻ നമുക്ക് അറിയാലോ. 20 സബ് ഉണ്ടാവും, ഒന്നും കേൾക്കുന്നുണ്ടാവില്ല, ക്യാൻസലേഷൻ ആണ്. നമ്മൾ വെറുതെ ഡിലേ തിരിച്ചിട്ട് കാര്യമില്ലാന്ന്. സ്മാർട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പീക്കറിന്റെ ലൈൻ കാണിച്ചും സ്മാർട്ട് സബിന്റെ ലൈൻ കാണിച്ചു, സബ് എത്ര ഡിസ്റ്റൻസിൽ ഔട്ട് ഓഫ് ഫേസ് ആണ്, അതിൽ നമുക്ക് ഡിലേ ചെയ്ത് അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ നമുക്ക് പറ്റും. അത് നമ്മൾ ചെയ്യുന്ന PA2 വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസോള് ഔട്ടിൽ ഡിലേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്സിന്റെ ഔട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പഠിക്കുന്നത്, എന്തിന് ചെയ്യണം എന്നുള്ള വിഷയമില്ലാന്ന് മനസ്സിലാവുണ്ടോ. നമ്മൾ മെത്തേഡാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ കാർ ഓടിക്കും, ഒരു കാർ ഓടിച്ചു, വേറെ കാർ ഓടിക്കും, വേറെ ട്രെയിനിങ് പോകാനെങ്കിലും ഇല്ല, ഒരു 5 മിനിറ്റ് ഒരു കാർ ഓടിച്ചാൽ അത് കിട്ടി.
അത്രേ ഉള്ളൂ. അത് മെച്ചമായിട്ട് പഠിക്കണത്, അല്ലാണ്ട് ഇന്ന സാധനം ഇങ്ങനെ ചെയ്യുക അപ്പൊ ഇങ്ങനെ പോവും. ഇത് എന്തിനാന്ന് അറിഞ്ഞില്ലേ? ആക്സിലേറ്റർ പെടല് വണ്ടിക്ക് ഗ്യാസ് പവർ കൊടുത്ത് വണ്ടിയുടെ എഞ്ചിൻ ഡ്രൈവ് ചെയ്ത് കൂടുതൽ സ്പീഡിൽ പോകാനാണെന്നുള്ളത് അറിയാം നമുക്ക്. അല്ലാണ്ട് ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടുക അപ്പൊ ഈ കാർ മുന്നോട്ട് പോകും, മറ്റേ കാർ വരുമ്പോൾ അത് ബ്രേക്ക് ആണോ ചവിട്ടണത് സംശയം വരില്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. നമ്മളെ പഠനം എങ്ങനെയാണ്? അപ്പൊ സ്മാർട്ട് പഠിക്കുന്നവർ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് സിസ്റ്റം ട്യൂൺ ചെയ്യാൻ നിങ്ങൾ പഠിക്കും. പിന്നെ അതിൽ എക്സ്പീരിയൻസ് കിട്ടണം. അത് നമുക്ക് പണിയാണ്. എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മൾ വർക്ക് സൈറ്റിൽ ഇതൊക്കെ പരിശീലിക്കുക. ഒറ്റയടിക്ക് പോയിട്ട് വലിയ ഷോ ഒന്നും ചെയ്യില്ല. ചെറിയ ഷോസിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ എപ്പോഴും ചെറിയ ഷോസിൽ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും റീഡും ചെയ്യാൻ പറ്റും. അതിൽ സക്സസ് ആയതിനു ശേഷം മാത്രം വരുന്നതിലേക്ക് പരീക്ഷിക്കാം. പിന്നെ സ്മാർട്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് വിഷയമാണെങ്കിൽ നമ്മൾക്ക് പ്രസന്റേഷനും സ്റ്റെപ്പുകളൊക്കെ അടങ്ങുന്ന നോട്ടുകൾ നിങ്ങൾക്ക് തരും. അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വലിയ പണി ഞാൻ കിട്ടും. ഓക്കെ. സ്മാർട്ടിന് ശേഷം നമ്മൾ ഫൈനൽ പ്രാക്ടിക്കലിലേക്ക് പോകും. അതായത് X32 ആണ് നമ്മളുടെ ഡിജിറ്റൽ കൺസോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. X32 പ്രത്യേകം എന്താ വെച്ചാൽ അതൊരു മീഡിയം പ്രൊഫഷണൽ സെഗ്മെന്റ് ആണ്. പ്രൊഫഷണലും മീഡിയത്തിന് ഇടയിൽ നിൽക്കുന്ന സെഗ്മെന്റ് ആണ്. ടഫാണ്, വളരെ സിമ്പിൾ. നമുക്ക് ഇമ്പാക്ട് എക്സ്പ്രഷൻ, ഈവൻ TFM ആഡ്, അങ്ങനത്തെ കുറെ കൺസോൾ ഉണ്ട്. വളരെ ഈസി ആയിട്ട് പാച്ച് ചെയ്യാം, ഈസി ആയിട്ട് കൊടുക്കുക. പക്ഷെ X32 പ്രത്യേകം വെച്ചാൽ നമുക്കൊരു റാക്ക് പാച്ച് ചെയ്തെടുക്കണം, അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ പാച്ച് ചെയ്യണം, സോഫ്റ്റ് പാച്ചിങ് പഠിക്കാം, USB ഉണ്ട്, റെക്കോർഡിങ് കാര്യങ്ങളുണ്ട്, അതിന് ഷോ ഫയൽ ഉണ്ട്. ഷോ ഫയൽ മിക്കവാറും എല്ലാ കൺസോളിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ X32 പഠിക്കുമ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഷോ ഫയൽ പേരിടലും കളറിങ്ങും ഒക്കെ ചെയ്തിട്ട് ആ USB കൊണ്ടുപോയി ഷോ പോണ സ്ഥലത്ത് കൊണ്ടുപോയി കുത്തി അരമണിക്കൂർ സേവ് ചെയ്തിട്ടുണ്ട്. അത് ലോഡ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്കിംഗ് ലെവലിൽ പഠിക്കട്ടെ. X32 എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കൺസോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം, ഫുൾ സോഫ്റ്റ് പാച്ചിൽ റെക്കോർഡിങ്, അതൊക്കെ പഠിക്കാൻ ഒരുപാട് സമയം ഉണ്ടാകും. നമുക്കൊരു വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചുള്ള അത് വലിയ ആവശ്യമില്ലായിരുന്നു. സിറ്റുവേഷൻ വല്ലപ്പോഴും വരുള്ളൂ. നിങ്ങളെ X32 കൈ കിട്ടിക്കഴിഞ്ഞാൽ ആരും സഹായില്ലാണ്ട് ഷോ ചെയ്യാൻ പഠിക്കും. അതാണ് നമ്മൾ ഈ നിങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകത കേട്ടോ. ഡിപ്ലോമയൊക്കെ വരുമ്പോൾ അതിന്റെ ഫുൾ പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് പോകും, കാരണം അവർക്ക് ഇത്രയും സമയമുണ്ട്. പിന്നെ നമുക്ക് ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും, അല്ലാണ്ട് ഇതിനെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ വർക്കിംഗ് ലെവലിൽ നമ്മൾ X32 ട്രെയിനിങ് കിട്ടിയിരിക്കും. ഓക്കെ. അപ്പോൾ X32 ട്രെയിനിങ്ങോട് കൂടിയിട്ട് നമ്മളുടെ പ്രൊജക്ട് വരും. ആ പ്രൊജക്ട് നിങ്ങൾ X32 ചെയ്യുക. 3 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും പ്രൊജക്ട് ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ പാട്ടായിരിക്കും, അല്ലെങ്കിൽ DJ പ്രോഗ്രാം ആയിരിക്കും. ആ പാട്ടുകാരൻ റിക്വയർമെന്റ് പറയുന്നതനുസരിച്ച് ആൾക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് വൃത്തിയായിട്ട് ചെയ്യും. 3 പേരുണ്ടെങ്കിൽ 3 പേരിൽ ഒരാൾ ചിലപ്പോൾ നെയിമിങ് ചെയ്യും, ഒരാൾ മിക്സ് ചെയ്യും, ഒരാൾ PNA കാര്യങ്ങൾ നോക്കും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ട് വരിക. അപ്പൊ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ എക്സാം കേട്ടോ, അതിന്റെ റിട്ടേൺ എക്സാം ഇല്ല. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏകദേശം 4.5 മാസമാണ്. 5 മാസം വരെയൊക്കെ പോവാം. ചിലപ്പോൾ ഡ്യൂറേഷൻ കൂടാം, സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെ. ചിലപ്പോൾ സീസൺ, പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയറിനൊക്കെ ഇപ്പൊ നമുക്കൊരു പകുതി മാസം അവധിയായിരുന്നു, ക്ലാസ് എടുക്കാൻ പറ്റില്ല, എല്ലാവരും ഷോ അല്ലെ, നമുക്കും ഷോ. അപ്പൊ അങ്ങനെ തിരക്കായിരുന്നു. അപ്പൊ എനിവേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടിക്കൽ അനലോഗിൽ ഒരു പ്രാക്ടിക്കൽ കിട്ടും, അതിന്റെ 3 പ്രാക്ടീസ്. PA2 അതൊക്കെ ഡിജിറ്റലാണ്. PA2 അതിന്റെ പ്രാക്ടിക്കല്. പിന്നെ നമുക്ക് UI16 സ്മാർട്ട് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാ സിസ്റ്റം ഇൻസ്റ്റാൾ ആവില്ല. ഓക്കെ. ലാസ്റ്റ് X32. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 പ്രാക്ടിക്കല് മെയിൻ സബ്ജക്ട്സ് ഉണ്ട് പ്രാക്ടിക്കല്. അതിൽ ഒരു ദിവസം നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ട് അറ്റൻഡൻസ് ആണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. സർട്ടിഫിക്കറ്റ് ആണത്. 5 ദിവസം നിങ്ങൾ കമ്പൾസറി ആയിട്ട് വരണം. പിന്നെ എല്ലാത്തിലും 15 ദിവസം നിങ്ങൾക്ക് അക്കാഡമിയിൽ വർക്കിംഗ് ഓഫീസ് അവേഴ്സ് 10 to 5 സ്പെൻഡ് ചെയ്യാം. അവിടുത്തെ എക്യുപ്മെന്റ് ട്രൈ ചെയ്യാം, പഠിച്ച സാധനം കേട്ടോ, പ്രാക്ടീസ് ചെയ്യാം. ഇൻ കേസ് ഇപ്പൊ കോഴ്സ് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ സാർ എനിക്ക് ഡൗട്ട് ഉണ്ട് പറ്റാൻ ചോദിച്ചാൽ നമ്മൾ അയ്യോ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് ഇനി വരാൻ പറ്റുക അങ്ങനൊന്നും പറയില്ല. വെൽക്കം. നമ്മൾ അലുമിനിയാണ്, അലുമിനിയം ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഗ്രൂപ്പിൽ ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ആവശ്യമുള്ള തിയറി. ഞാൻ ഉൾപ്പെടെ 5 ടീച്ചർമാരുണ്ട്. ഞാനും മിസ്റ്റർ ജിനു ഫ്രം മസ്കറ്റ് അയാൾ ഇപ്പോൾ സൗദിയിലാണ്. അതെ, സൗദിയിലേക്ക് ഇപ്പം വലിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് തിയറി നോക്കുന്നത്. ഞാൻ കേരളത്തിൽ തന്നെയാണ്, സാറ് സൗദിയിൽ നിന്നായിരിക്കും ക്ലാസ് എടുക്കുക. പ്രാക്ടിക്കലിന് എന്നെ കാണുന്നുണ്ട്, ജിൻസാനെ കാണാൻ പറ്റിയ വേറെ ടീച്ചർമാരും ഉണ്ട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കാനായിട്ട്. നമ്മൾ അക്കാഡമി നിന്ന് മുരിങ്ങൂരാണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചർ. എല്ലാം റെക്കോർഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും വാച്ച് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ റിയാക്ഷൻസ് കാണാം, ഫോണിലും കമ്പ്യൂട്ടറിലും ടാബ്ലറ്റ് കാണാം. അതിൽ സംശയം ഉണ്ടെങ്കിൽ റേസ് ഹാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റേസ് ആവും, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിക്കാം. അല്ലെങ്കിൽ അറിയാലോ എല്ലാവരും കൂടി സംസാരിച്ച് എന്തായിരിക്കും എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് ഇത്ര നാൾ ഡെമോ നടത്തി 10, 18, 19 ബാച്ചായി. അപ്പൊ നമുക്ക് അറിയാം സംശയങ്ങൾ. നിങ്ങളപ്പോ എല്ലാം മനസ്സിലായി.
ഫീസിന്റെ കാര്യം കേൾക്കാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തംസപ്പ് ഇടുക. അവിടെ തന്നെ ഉണ്ട് റിയാക്ഷൻസിൽ തന്നെ തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി, അടുത്ത പരിപാടി പോയിക്കോ, അടുത്ത കാര്യങ്ങൾ നോക്കിക്കോ എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനി ഡൗട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ആയോ ഇതിലോ തംസപ്പ് ഇടുക. അപ്പോഴേക്ക് മനസ്സിലോട്ടാ കുറച്ച് തംസപ്പെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇല്ല എന്നല്ലേ തോന്നുന്നത്. ഓക്കെ, ഇനഫ്. അപ്പോൾ അത്യാവശ്യമായി തുടങ്ങിയ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എക്യുപ്മെന്റ് റെന്റ് എത്രയുണ്ടെന്നുള്ളത്. സ്മാർട്ടിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ ബേസിക്സ് ആണ് സ്മാർട്ടിന്റെ നമ്മൾ പോകുന്ന ഫേസ് 1 എന്ന് പറയുക. സിസ്റ്റം ട്യൂൺ ചെയ്യാനും അലൈൻമെന്റ് ചെയ്യാനും പഠിക്കും. സെന്റർ ഫീൽഡ് അടക്കം നമ്മൾ അലൈൻമെന്റ് ട്യൂൺ ചെയ്യാൻ പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ പഠിക്കും സ്മാർട്ടിൽ. അപ്പോൾ അതാണ് ഫേസ് 1 എന്ന് പറയുന്നത്. സ്മാർട്ടിന്റെ പ്രോപ്പർ ഡീറ്റെയിൽ ട്രെയിനിങ്ങിനൊക്കെ 60,000 80,000 ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞു മാത്രം. നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 30,000 ആണ്, ഇതെല്ലാം കൂടിയിട്ട്. അപ്പൊ നമുക്ക് അണ്ടർ റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പൈസക്ക് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, നിങ്ങൾ കള്ളന്മാരാണ്. അല്ല, നമ്മൾ അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് വരാം, വിസിറ്റ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ട് നമുക്കറിയാം ഒരു ഗ്രൂപ്പൊക്കെ പോകുമ്പോൾ 1-2 പേർക്ക് മനസ്സിലാവാതെ വരാം, ഇഷ്ടക്കേട് വരാം, സ്വാഭാവികമാണ്. നിങ്ങൾ പാഷനേറ്റ് ആണോ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, പഠിപ്പിച്ച് തരാൻ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരിക്കും. ഈ ഡെമോ നിങ്ങൾക്ക് കിട്ടും. ഡെമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അറ്റ് എനി കോസ്റ്റ്. നിങ്ങൾ പറഞ്ഞ ടൈമിന് വരിക, ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാത്തിലും കുഴപ്പന്മാരോ മാറി കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക. പിന്നെ നമ്മുടെ അലൂമിനി ആണെങ്കിൽ തന്നെ ഗൾഫിലേക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്ന് പോയിരുന്നവര്, കൂടുതൽ ഡിപ്ലോമയ്ക്കാണ് നമ്മൾ പ്ലേസ്മെന്റ് ഉള്ളത്. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഇല്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അലൂമിനി ഗ്രൂപ്പ് വരും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് മാറും, അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക്. അവിടെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ പുറത്ത് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസുകൾ കിട്ടും വരികയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഫീസ് ഇപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ 30,000 ഞാനിപ്പോ എങ്ങനെ എടുക്കാനാ, എവിടെ നിന്ന് എടുക്കാനാ അല്ലെ, ഒറ്റയടിക്ക് അടച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ സാധാരണ. നമ്മൾ പക്ഷെ അക്കാഡമി കുറച്ച് പ്രശ്നമുണ്ട് ആ കാര്യത്തിൽ. കാരണം പലരും ഫീസൊക്കെ കുറച്ചുകൂടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ അക്കാഡമി സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, ഈവൻ ലീഗൽ ടീം നമ്മളെല്ലാ സെറ്റപ്പ് ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ എന്താ പറയാ മാനേജ്മെന്റ് പറയുക സ്റ്റുഡൻസ് ഷുഡ് ബി ഹാപ്പി, അതാണ് പ്രൈം കൺസേൺ. അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥാനം അവർക്ക് കൊടുക്കണം മാക്സിമം. അപ്പം അതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫീസിന്റെ കാര്യത്തിലും കുറച്ച് ഇളവുകളുണ്ട്. അതായത് നമുക്ക് ഈ 30,000 ഒറ്റയടിക്ക് അടയ്ക്കേണ്ട. ഓക്കെ, 5,000 ആണ് നമ്മളുടെ രജിസ്ട്രേഷൻ ഫീ. അത് ഇന്നോ നാളെയായിട്ട് 5,000 അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ 4,000 അടച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ഫീസ് ടോട്ടൽ 29,000 ആയി. ഓക്കെ, ഇനി 5,000 അടയ്ക്കാൻ ഇല്ല, ഇപ്പൊ ഇല്ല. ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 2 വീക്സിനുള്ളിലൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആ സമയത്തേ ഉള്ളൂ. പക്ഷെ സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ, സീറ്റ് ഫില്ലായാൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്കുകൾ അയച്ചുതരും. അറൗണ്ട് 1,000 rupees ഒക്കെ ബുക്ക് ചെയ്യാൻ സീറ്റ് ഉണ്ടാവും. അപ്പൊ സീറ്റ് അവിടെ ഉണ്ടാവും. ക്ലാസ് തുടങ്ങുമ്പോൾ ഫീസ് അടക്കണം, അഡ്മിഷൻ ഫീസ്. അപ്പൊ അത് 30,000 ഒന്നും അടയ്ക്കേണ്ടെന്ന്. അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് എന്തായാലും 5,000 അടയ്ക്കേണ്ടി വരും. 5,000 അടയ്ക്കാൻ പറ്റുന്നവർക്ക്, അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഇന്ന് നാളെ അടയ്ക്കുകയാണെങ്കിൽ 1,000 rupees റിഡക്ഷൻ ഉണ്ട്. അല്ലാത്തൊരു 1,000 മാത്രം അടയ്ക്കുന്നവർക്കും 5,000 അടയ്ക്കേണ്ടി വരും. ഓക്കെ, പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽ അടച്ചാൽ മതി. നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. അല്ലാത്തൊരു വേണ്ട, നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവണില്ല, ക്ലാസ് ഇഷ്ടമാവണില്ല, ഓക്കെ, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. മനസ്സിലായോ? അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീസ് സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് അടച്ചിരിക്കണം സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും. ഓരോ പ്രാക്ടിക്കലിലും നമ്മൾ പറയും ഇത്ര ഫീസാണ് റിക്വയർമെന്റ്, അത് നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫീസ് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട്, നമ്മളെ ടു സെഡ് ഓൾമോസ്റ്റ് നമുക്കൊരു കമ്പനി വർക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നന്നാക്കാനായിട്ടുള്ള കാര്യങ്ങൾ മെത്തേഡ്സ് പഠിക്കും. ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാനും ഒരു അത്യാവശ്യം മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ശരിയാവേണ്ട കാര്യമാണ്, അറിയാലോ. നമുക്ക് പഠിച്ചു വെച്ചാൽ ഒരാൾക്കും പ്രാമിസ് ചെയ്യാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ 2 കോടി കൊടുത്ത് പഠിച്ചാൽ മിക്സിംഗ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പഠിക്കേണ്ട സാധനം തന്നെയാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അത് പ്രോപ്പർ അല്ലെങ്കിൽ പണി. നമ്മൾ സ്റ്റുഡിയോയിൽ ഗെയിം സ്റ്റേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോഴും ഒരു 0-ൽ വെക്കും നമ്മൾ, അല്ലെ, പീക്ക് അടിക്കാതെ ഹെഡ് റൂം വെച്ചിട്ട് എന്നാൽ അത്യാവശ്യം വോളിയം വെക്കാം. അപ്പോഴാണ് ആ ബിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഡിജിറ്റൽ ഓഡിയോ ആണല്ലോ, അത് കംപ്ലീറ്റ് നമുക്ക് കിട്ടുകയും ആ ഓഡിയോ ക്വാളിറ്റി റെക്കോർഡ് ആവുള്ളൂ നമുക്ക് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നോയ്സ് വരും. ലൈവിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലോ, ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമുക്ക് ചാനൽ എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, കാരണം അയാളുടെ ചാനൽ സ്ട്രീമിംഗ് പോകണ്ടാവും, റെക്കോർഡിംഗ് പോകണ്ടാവും. പക്ഷെ ലൈവ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്ന പ്രോ ഷോസ് ചെയ്യുന്നവർ പലരും ഫെയ്ഡർ റെസൊല്യൂഷൻ പറയും, ഫെയ്ഡർ 0-ലേക്ക് അപ്പ് ചെയ്ത് ഗെയിൻ
മിനിമൽ ഗെയിനിലാണ് വർക്ക് ചെയ്യുക. കാരണം എന്താ, സൗണ്ടിങ് ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. പക്ഷെ പ്രോപ്പറായി ചെയ്തില്ലെങ്കിലോ മോണിറ്ററിന് സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഇതിന് ഒരു സ്റ്റെപ്പുകൾ ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ കഴിയും. പിന്നെ ഓരോരുത്തരുടെ ഐഡിയ ആണ് ഓരോ ടോൺ എന്നൊക്കെ പറഞ്ഞാൽ. സ്മാർട്ട് ചെയ്ത് അടക്കം ഞാൻ പറഞ്ഞത്, സ്മാർട്ട് ഇപ്പൊ ആര് ചെയ്താലും സ്മാർട്ട് ഫോളോ ചെയ്താൽ ഒരു മിനിമം ക്വാളിറ്റി 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ സിസ്റ്റം ഏകദേശം ഫ്ലാറ്റ് ആവും, സബ് അലൈൻ ചെയ്യാൻ പറ്റും, മിസ്റ്റേക്സ് വരാം. അതിലും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എലമെന്റ് വേണം. അപ്പോ നിങ്ങൾക്ക് തരാനുള്ളത് നമ്മൾ തരും, ബാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിരിക്കും. നിങ്ങൾ വളരാനുള്ള ആളാണെങ്കിൽ വളർന്നിരിക്കും. ഓക്കെ, അത് നമുക്ക് പ്രോമിസ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ കോഴ്സിന്റെ പറഞ്ഞു, കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഫീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് 4000 അടച്ചാൽ മതി, ഇന്ന് നാളെ അടയ്ക്കാൻ മതി. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ അടുത്ത ബ്രാക്കറ്റിൽ വരുമ്പോൾ അടച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത്ര അടയ്ക്കാനില്ല, എന്നാൽ സീറ്റ് നിങ്ങൾക്ക് വേണം, ക്ലാസ് തുടങ്ങുമ്പോൾ പൈസ അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1000 അടച്ച് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ഒരു ലിങ്ക് അയച്ചു തരും, അതിൽ ക്ലിക്ക് ചെയ്ത് അടച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് എന്നിട്ട് ആ സമയമാകുമ്പോൾ ബാക്കി എമൗണ്ട് അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നാളെ 5000 അടയ്ക്കുന്നവർക്ക് 1000 റിഡക്ഷൻ ഉണ്ട്, ബാക്കിയുള്ളവർക്കൊന്നുമില്ല ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇനി ഇതിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം? നമുക്കിപ്പോൾ എല്ലാവരും ഇരുന്ന് വിളിച്ച് വായോ അഡ്മിഷൻ വായോ, അങ്ങനെയല്ല നമ്മുടെ പ്രൊസീജിയർ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നമ്മൾ പഠിപ്പിക്കാൻ? ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യാന്നറിയാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ട് കോഴ്സ് നിങ്ങൾക്ക് ചെയ്തത് അടിപൊളിയാവും. ഞാൻ പറയുന്നത് വെച്ചാൽ പഠിക്കാൻ രക്ഷയില്ല കേട്ടോ. ഞാൻ 20 വർഷമായി ഫീൽഡിൽ, 15 വർഷത്തോളം ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് 15ാമത്തെ വർഷം നല്ല കുറെ ട്രെയിനേഴ്സ് പുറത്തും പോയി ഫോറിനേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കുഴപ്പമില്ലല്ലോ, ലൈഫ് ഈസി ആണല്ലോ. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ബോൾഗാട്ടി പാലസിലായിരുന്നു, RCF ആയിരുന്നു. ഒരു 18 ടോപ്പും 20 സബും. നല്ല ക്ലീൻ, എല്ലായിടത്തും ക്ലിയർ ഓഡിയോ കിട്ടി. സെയിം മെത്തേഡാണ്, വളരെ റിലാക്സ് ആയി. വിങ് ആയിരുന്നു കൺസോൾ. അപ്പം ഇപ്പൊ എന്റെ വർക്ക്സ് വളരെ റിലാക്സ് ആണ്. കാരണം നമുക്ക് അറിയുന്ന വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ഇത്രയും പറ്റുള്ളൂ. എന്റെ ഫീമെയിൽ വോയിസ് കുറവായിരുന്നു, കാരണം എനിക്കറിയാം ഫീമെയിൽ വോയിസ് കൂട്ടാൻ പറ്റില്ല. ഗെയിം കുറവ്, നല്ല പാട്ട് വരുമ്പോൾ നല്ല ഭംഗിയിൽ കേൾക്കും ഫീമെയിൽ വോയിസ്, മോശം പാട്ട് വരുമ്പോൾ ഓഡിയോ കേൾപ്പിക്കും. പക്ഷെ കൂട്ടി കഴിഞ്ഞാൽ ഔൾ ചെയ്യല്ലോ, അത് ശരിയല്ലല്ലോ. അപ്പൊ ഈ ഒരു അറിവ് ഉണ്ടാവുക, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ലൈഫ് ഈസിയാണ്. ഓരോ ദിവസവും നിങ്ങൾ പാഷനേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ല ഇതൊക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ചാറ്റിൽ പോവുക, ടു എവരി വൺ ആക്കുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാം. എന്റെ പേര് സനു എന്നാണ്, ഞാൻ എന്റെ പേര് ടൈപ്പ് ചെയ്തു, നമ്പർ ടൈപ്പ് ചെയ്തു. ടുമാറോ അല്ലെങ്കിൽ ടുഡേ നിങ്ങൾക്ക് കോള് ഓർ മെസ്സേജ് വന്നിരിക്കും അക്കാഡമിയിൽ നിന്ന്, നിങ്ങൾക്ക് അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഒഫീഷ്യലി ഡെമോ 3 ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിൽ റിയാക്ഷൻസിൽ ഹാൻഡ് റൈസ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങളുടെ പേരും ഫോൺ നമ്പർ ഇടാൻ ഉപയോഗിക്കുക. ബാക്കി എന്താ പറയുക, ഇപ്പോൾ ഒരാളിട്ടുണ്ട്, ടു എവരി വൺ ആക്കാൻ മറക്കരുത്, അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് ഇടാൻ ടൈപ്പ് ചെയ്യാന്ന് അറിയില്ല, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലാത്തവർ മനസ്സിലായി, എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും പഠിക്കുക. ഓക്കെ, ഒഫീഷ്യൽ ഡെമോ നമുക്ക് എന്താണ്, നമ്പർ ഇട്ടവർക്ക് ലീവ് ചെയ്യാം, നമ്പർ ഇടാത്തവർക്കും പിന്നെ മതി കോഴ്സിനുള്ളവർക്കും ലീവ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അല്ലാത്തവർക്ക് സംശയം ചോദിക്കുന്നത് ഹാൻഡ് റൈസ് ചെയ്യാം. നമ്മളൊരു 3-4 മിനിറ്റ്സ് ഈ ഡെമോ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കും, മെസ്സേജ് ആവുന്ന സമയമാണ് കേട്ടോ.